ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഒരു സ്ഥലത്തേക്ക് പോയിട്ടോ. എൻ്റെ വീടിൻ്റെ കുറച്ച് അടുത്താണ് വണ്ടർ ഷോ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. അവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകൾ, അതുപോലെ തന്നെ കുട്ടികൾക്കുള്ള റൈഡുകൾ, അവതാറിൻ്റെ സ്റ്റാച്ചു, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ, അവതാറിൻ്റെ തീമെല്ലാം അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാനും മോനും പിന്നെ അതുപോലെ തന്നെ ഏട്ടനും കിങ്ങിണിയും ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് പോയത് കേട്ടോ. അപ്പോൾ ഇവിടെ പോയത് കണ്ടോ, മീനുകൾ എത്ര വലിയ മീനുകളല്ലേ. മോൻ അതിനെയൊക്കെ പിടിക്കാൻ വേണ്ടി നോക്കുക ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ. കിങ്ങിണിക്ക് മീനിനെ കണ്ടപ്പോൾ ഭയങ്കര ഹാപ്പി ആയിട്ടോ. എന്താ പറയുക, അവൾ കുറച്ച് അറിവായതിന് ശേഷം ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സംഭവം കാണാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഭയങ്കര തിരക്കുണ്ട്. എവിടെ നിന്നൊക്കെയാണ് ആൾക്കാർ വന്നിരിക്കണമെന്ന് അറിയാം. നല്ല തിരക്കാണ് കേട്ടോ. നമുക്ക് നടക്കാൻ പോലും ഒരു ഗ്യാപ്പില്ലാത്ത പോലെ തിരക്കാണ്. അത്രയും തിരക്കാണ്. ചാർജ് നമ്മൾ കയറുന്നവിടെ 100 രൂപ ഒരാൾക്ക്, അതാണ് ചാർജ്. പിന്നെ നമ്മൾ റൈഡിലൊക്കെ ഇരിക്കുമ്പോൾ സെപ്പറേറ്റ് വേറെ പൈസ കൊടുക്കണം കേട്ടോ. കണ്ടോ വലിയ മീനുകളൊക്കെ. അപ്പോൾ ഓരോന്നോരോന്നിങ്ങനെ കണ്ട് ഞങ്ങൾ നടന്ന് മുന്നോട്ട് പോവുകയാണ് കേട്ടോ. കണ്ടോ മീനുകൾ. ആൾക്കാരൊക്കെ നിന്ന് ഫോട്ടോ എടുക്കലൊക്കെ ഉണ്ട്. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, നല്ല ഭംഗിയുണ്ട്. ഇത് അവതാറിൻ്റെ തീമിലേക്ക് നമ്മൾ കിടക്കുന്നുണ്ട്. കണ്ടോ, അവതാറിൻ്റെ എൻട്രിയാണത്. ഇതിൻ്റെ ഉള്ളിലാണ് അവതാറൊക്കെ സെറ്റ് ചെയ്യുന്നത്. കണ്ടോ, അവതാറിലെ കാട്ടിലുള്ള മരങ്ങളും ചെടികൾ, വള്ളികൾ, പൂവുകൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ മൃഗങ്ങൾ, അവതാറിൻ്റെ അവിടെ ചെറിയ എന്താ പറയുക, ഒരു പ്രത്യേക തരത്തിലുള്ള മൃഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ കൊമ്പുള്ള ടൈപ്പ്, അതെല്ലാം ഇതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അവർ പഞ്ഞി കൊണ്ട്, അതുപോലെ കാർഡ്ബോർഡ് കൊണ്ട്, എന്തൊക്കെയോ കുറേ സാധനങ്ങൾ കൊണ്ട് നല്ല നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ശരിക്കും കാണാനായിട്ട്. കണ്ടോ ആ കാട്ടിലുള്ള പൂവൊക്കെ കണ്ടോ, ദേ ശരിക്കും കണ്ടു കഴിഞ്ഞാൽ ഒറിജിനൽ പോലെ തന്നെ ഉണ്ട്. ഇതേ കണ്ടോ, ദേ കണ്ടോ അവതാറിലുള്ള ഒരു മൃഗം, ഡൈനോസർ പോലത്തെ ഒരു സംഭവം ഇല്ലേ, അതാണ് ആ കാണുന്നത് കേട്ടോ. എന്ത് രസമായിരുന്നു, നല്ല കളർഫുള്ളായിരുന്നു. ഇത് കാണാൻ രാത്രി തന്നെ പോകണം. പക്ഷെ പകലും ഷോ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ പോയത് രാത്രിയാണ്, അതുകൊണ്ട് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. അതേ കണ്ടോ മൃഗത്തിനെയൊക്കെ എങ്ങനെ നല്ല സെറ്റ് ചെയ്ത് വെച്ചിരിക്കണേ നോക്കിയേ. ഇതേ നമ്മുടെ എന്താ ഇതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ. ഇതേ നമ്മുടെ അവതാർ നിൽക്കുന്നുണ്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതുപോലെ ഇതേ ലേഡി ഉണ്ട്, ജെൻറ്റും ഉണ്ട് അവതാറിൽ. പിന്നെ കുറേ സ്വീറ്റ്സ്, നമ്മുടെ പണ്ടത്തെ മിഠായികളൊക്കെ ഇല്ലേ, ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. പണ്ടത്തെ നമ്മൾ കഴിച്ചുകൊണ്ടിരുന്ന മിഠായികൾ കുറേ സൺഡേ കണ്ടോ. മാങ്ങ മിഠായി, സിഗരറ്റ് മിഠായി, ഓരോരോ ചിത്രങ്ങളുള്ള മൃഗങ്ങളുടെ മിഠായി. പിന്നെ റൈഡുകൾ കേട്ടോ, കുറേ റൈഡുകളൊക്കെ ഉണ്ട്. പക്ഷേ മോളുള്ളതുകൊണ്ട് ഞങ്ങൾ കയറിയില്ല. മോൾ കുഞ്ഞതല്ല, അപ്പോൾ പേടിക്കുന്നതുകൊണ്ട് ഞങ്ങളങ്ങനെ കയറിയില്ല. കേട്ടോ ജീപ്പ് ഒക്കെ പോണ റൈഡ്, അതിലൂടെ റൈഡ് പോകുന്നുണ്ട്. അങ്ങനെ കുറേ റൈഡുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ മോനൊരേ വാശി, വെള്ളത്തിൽ ചെറിയ ബോട്ടിൽ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. വെള്ളത്തിൽ ഇങ്ങനെ കുട്ടികൾ ഇരുന്നിട്ട് ചവിട്ടിയിട്ട്, അപ്പോൾ അതിൽ കയറുന്ന ഒരേ നിർബന്ധം. അപ്പോൾ പിന്നെ അവനെ കയറ്റാമെന്ന് വിചാരിച്ചു. ഇതേ കുട്ടികൾ കണ്ടോ ചവിട്ടി, നമ്മൾ കാലും കൊണ്ടല്ല കൈയും കൊണ്ട് ഇങ്ങനെ തിരിപ്പിക്കുക, അപ്പോൾ അതിങ്ങനെ മൂവ് ചെയ്യും. കണ്ടോ അതേ അവനെ കയറ്റിയിട്ടുണ്ട്. അവനവൻ്റെ പരമാവധി ശ്രമിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു വെള്ളത്തിൽ മുങ്ങുമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അവനെന്തായാലും ഹാപ്പിയായി. അതിൽ ആ ഒരെണ്ണത്തിലെങ്കിലും കയറ്റിയതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഏതെങ്കിലും കയറിയില്ല. അങ്ങനെ അവനതിൽ എൻജോയ് ചെയ്തോട്ടെ കുറച്ച് നേരം. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൂട്ടിയിടിക്കുകയൊക്കെ ചെയ്യട്ടോ. ഇങ്ങനെ ഇവിടെ നിന്ന് വിളിക്കുന്നുണ്ട് ചേട്ടനെ.
അങ്ങനെ നമ്മളങ്ങനെ ഒരു ഷോ അടിപൊളിയായി കണ്ടു. ഞാൻ കുറച്ച് ഫോട്ടോസ് കൂടി ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും ബായ്.